നമസ്കാരം. തൃശ്ശൂരിൽ വലിയ ആത്മവിശ്വാസത്തോടെ നടനും ബി.ജെ.പിയുടെ നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപി ജയിപ്പിച്ചു വിടണേ എന്നാണ് തനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ജയിപ്പിച്ചാൽ എന്ത് എന്നത് താൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുകയാണ്. ബി.ജെ.പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 195 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തു വന്നപ്പോൾ ആ പട്ടികയിൽ ആദ്യത്തെ പേരുകാരനായിരുന്നു സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ജയിപ്പിച്ചു വിട്ടാൽ എന്ത് എന്നതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നും ഞാനത് അവിടെ ചെയ്തു വച്ചിട്ടുണ്ട് എന്നും അത് മനസ്സിലാക്കിയ ജനങ്ങൾ അവർ എന്നെ തള്ളിപ്പറയാനോ ഒഴിവാക്കുവാനോ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം തനിക്കുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു വെക്കുകയാണ്. അത് പക്ഷേ ഒരു വലിയ ആത്മവിശ്വാസമാണ് എന്നുകൂടി സുരേഷ് ഗോപി ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ സുരേഷ് ഗോപി വളരെ സജീവമായി തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. ഇത്തവണ എന്തു വില കൊടുത്തും തൃശ്ശൂർ പിടിച്ചിരിക്കും എന്നാണ് സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ബി.ജെ.പിയും ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്നത്, ആവർത്തിച്ച് പറയുന്നത്. അതിന് തന്നെ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയും അവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വോട്ട് വിഹിതവും മാത്രമല്ല മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളും എല്ലാമാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 2019 ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയായി എത്തിയിട്ട് അവിടെ അവസാനമാണ് സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ട് പോലും ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവെച്ചത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. 2019 സുരേഷ് ഗോപിയിലൂടെ വോട്ട് നില എന്ന് പറയപ്പെടുന്ന 2014-നേക്കാൾ 3 ഇരട്ടിയോളം വർദ്ധിപ്പിക്കുവാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 17.5% വർധനവോടെ 2,93,822 വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. 4,10,89 വോട്ടുകൾ നേടി യു.ഡി.എഫിൻ്റെ ടി.എൻ. പ്രതാപനായിരുന്നു അവിടെ വിജയിച്ചത്. അതേസമയം പരാജയപ്പെട്ടിട്ടും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആ നാട്ടിൽ നടത്തിക്കൊണ്ടേയിരുന്നു സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സുരേഷ് ഗോപി സജീവമായിരുന്നു തൃശ്ശൂരിൽ. ഇത്തവണ സുരേഷ് ഗോപി കൂടി എത്തിയതോടുകൂടി ഇത്തവണത്തെ വളരെ ശക്തമായിട്ടുള്ള ത്രികോണ പോരാട്ടത്തിനാണ് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലം വേദിയായിരിക്കുന്നത് എന്ന് പറയാം. കാരണം യു.ഡി.എഫിന് വേണ്ടി സിറ്റിംഗ് എം പി ആയിട്ടുള്ള ടി.എൻ. പ്രതാപൻ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. എൽ.ഡി.എഫിനായിട്ട് എത്തിയിരിക്കുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള വി.എസ്. സുനിൽകുമാർ. പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളിലൊന്നും തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് വിജയസാധ്യത കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്തവണയും മണ്ഡലത്തിൽ യു.ഡി.എഫോ എൽ.ഡി.എഫോ ആയിരിക്കും ജയിക്കുക എന്നുകൂടി പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു സാധ്യതയാണ് പല സർവേകളും പറയുന്നത്. പക്ഷേ ഈ സർവേകളെയൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സുരേഷ് ഗോപി പക്ഷേ തൃശ്ശൂരിലെത്തുന്നത്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിലവിൽ 1-ാം സ്ഥാനം തൃശ്ശൂരിനാണ് എന്ന് തന്നെ പറയാം. മുൻപ് തിരുവനന്തപുരം 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ്. പക്ഷേ അത് എത്രത്തോളം അവിടെ ഗുണകരമാകും ബി.ജെ.പിക്ക് എന്ന് പറയാൻ കഴിയില്ല. അതേസമയം തൃശ്ശൂരിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞ 2019 3 ലക്ഷത്തോളം അടുപ്പിച്ച് വോട്ട് നേടിയിരുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കഴിഞ്ഞ 2019-നേക്കാളും വലിയ ജനകീയത ഇപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ സർവേകൾ നൽകുന്ന സൂചനകളെക്കാളേറെ വലിയ ആത്മവിശ്വാസം, ജനങ്ങളുടെ പിന്തുണ ഇതൊക്കെ സുരേഷ് ഗോപിക്ക് തന്നെയായിരിക്കും. കാരണം ടി.എൻ. പ്രതാപനും വി.എസ്. സുനിൽകുമാറുമൊക്കെ പലപ്പോഴും അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് യു.ഡി.എഫിൻ്റെയും എൽ.ഡി.എഫിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അതിനേക്കാളേറെ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തോട് ആ സമൂഹത്തിന്, തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക മമതയോ സ്നേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പമോ ഒക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2019-നേക്കാൾ ഏറെ വലിയ ജനപിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുന്ന തരത്തിലായിരിക്കും. ചിലപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ 20 മണ്ഡലങ്ങളിലെ, അതായത് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ആദ്യത്തെ വിജയി ചിലപ്പോൾ സുരേഷ് ഗോപിയാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.